പേരൂർക്കട വ്യാജ മാലമോഷണ കേസ് പ്രേക്ഷകർ ഓർമ്മയുണ്ടല്ലോ. റിപ്പോർട്ടർ TV പുറത്തുവിട്ടതാണ്. ബിന്ദുവിനെ അന്ന് പോലീസിൽ കുറേ മണിക്കൂറോളം, ഏകദേശം 20 മണിക്കൂറോളം തടഞ്ഞുവെച്ച കഥ അന്ന് റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. അതിൽ അന്നത്തെ ഈ മാലമോഷണ കേസ് ഒരു വ്യാജ കഥയായിരുന്നു, അതൊരു നുണക്കഥയായിരുന്നു എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അത് മെനഞ്ഞത് പോലീസാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിന്ദുവിന്റെ അറസ്റ്റ് ന്യായീകരിക്കാൻ ഉദ്യോഗസ്ഥർ കഥ മെനഞ്ഞു എന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത്. പരാതിക്കാരി ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് മാല ലഭിച്ചത്. എന്നാൽ വീടിന് പുറത്തെ മാലിന്യക്കൂനയിൽ നിന്ന് ലഭിച്ചുവെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സന്തുന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്തുന സജു, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മൾ ബിന്ദുവിന്റെ വാർത്തയെന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ സംശയം പ്രകടിപ്പിച്ചതാണ്. പോലീസുകാർ ഈ ഒരു കഥ മെനയുകയാണോ? ഓമന ഡാനിയൽ എന്ന പരാതിക്കാരി പരാതി പറയുന്ന സമയത്ത് തന്നെ നിജസ്ഥിതി പരിശോധിക്കാതെ, വീട്ടിൽ പോയി ഇത് അന്വേഷിക്കാതെ പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബിന്ദുവിനെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചു. അതൊക്കെ അവരെ വളരെ കൃത്യമായി തന്നെ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വരുമ്പോൾ പോലീസ് എന്ത് ചെയ്തു എന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് സാന്ത്വന? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരളം തന്നെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ചർച്ച ചെയ്ത കേസുകളിലൊന്നായിരുന്നു പേരൂർക്കടയിലെ വ്യാജ മാലമോഷണ കേസ്. ഈ കേസിലാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവ് തന്നെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്, ഇതാണോ ജനമൈത്രി? അതേ ചോദ്യം ഇക്കാര്യത്തിൽ വീണ്ടും ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഡോക്ടർ അരുൺ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് രാവിലെ തന്നെ ചർച്ച ചെയ്യാനുള്ളത്. കാരണം നമ്മൾ അന്ന് കണ്ടതാണ്, മെയ് മാസത്തിലാണ് ഈ സംഭവം നടന്നത്. പേരൂർക്കടയിലുള്ള ഓമന ഡാനിയൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ആളായിരുന്നു ബിന്ദു. ബിന്ദു ആ വീട്ടിലെ മാല, ഈ ഓമന ഡാനിയലിന്റെ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാണ്ട് 20ഓളം മണിക്കൂർ അനധികൃതമായി അവരെ പേരൂർക്കട സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും ഇവരുടെ വീട്ടുകാരോട് പോലും ഈ വിവരം പറയാതെ ഇവരെ വളരെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുക അടക്കം ചെയ്തത്. ഇവർ വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കൂ എന്നതടക്കം പോലീസ് പറഞ്ഞു എന്ന് പിന്നീട് ഇവർ റിപ്പോർട്ടർ TVയോട് അടക്കം വ്യക്തമാക്കിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ കേസിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പോലീസ് കെട്ടിച്ചമച്ച ഒരു നുണക്കഥയാണ്, ബിന്ദുവിന്റെ അറസ്റ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയാണ് ഈ മാല മോഷണം എന്നുള്ളതാണ്. കാരണം ഈ മാല ഈ വീട്ടിൽ നിന്ന്, ഈ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ മാല കിട്ടി എന്നുള്ള കാര്യം അവരെ പോലീസിനെ അറിയിച്ചതാണ്. സാധാരണ ഈ മാല വെക്കുന്നത് അവർ കിടക്കുന്ന കട്ടിലിനടിയിലാണ്. പക്ഷെ ആ കട്ടിലിനടിയിൽ അന്ന് വെച്ചില്ലായിരുന്നു, അവർ വെച്ചത് സോഫയുടെ അടിയിലായിരുന്നു. അവർക്ക് ചെറിയ മറവി പ്രശ്നങ്ങളും മറ്റുമുണ്ട്. അപ്പോൾ ഇവർ മറന്നു പോയതാണ് ഇവർ സോഫയുടെ അടിയിൽ വെച്ചു എന്നുള്ളത്. പക്ഷേ കട്ടിലിനടിയിൽ നോക്കിയിട്ട് കാണാത്തപ്പോഴാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് ഇവർ തന്നെ അന്വേഷിച്ചപ്പോൾ അത് സോഫയുടെ അടിയിൽ നിന്ന് കിട്ടുകയാണ് ഉണ്ടായത്. പക്ഷെ പോലീസാണ് അപ്പോഴേക്കും ഈ 20 മണിക്കൂറൊക്കെ കഴിഞ്ഞു പോയിരുന്നു ഡോക്ടർ അരുൺ. പലതവണ അവരെ ചോദ്യം ചെയ്തു, തെളിവെടുപ്പടക്കം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനിടെയാണ് ഇവർ ഇത്തരത്തിൽ മാല കിട്ടി എന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കുന്നത്. അപ്പോൾ ഈ അറസ്റ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചവറുകൂനയിൽ നിന്ന് കിട്ടി എന്നുള്ള ഒരു കാര്യം പോലീസ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ്. അത് പോലീസ് സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വിശദീകരണം നൽകിയത് എന്നുള്ളതാണ് ഡോക്ടർ അരുൺ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, പേരൂർക്കടയിലെ SIയും ASIയും അടക്കമുള്ള ആളുകൾ ഗുരുതര വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ബിന്ദു തന്നെയായിരുന്നു തനിക്കേറ്റ വലിയ പീഡനങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് SC/ST കമ്മീഷനിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. SC/ST കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ക്രൈംബ്രാഞ്ച് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത്. എന്തായാലും ഇനി വരേണ്ടത് ബിന്ദുവിന്റെ പ്രതികരണം തന്നെയാണ് ഡോക്ടർ അരുൺ. കാരണം കൊടിയ പീഡനങ്ങൾക്ക്, മാനസിക പീഡനങ്ങൾക്ക് അവർ ആ സ്റ്റേഷനിൽ ഇരയായിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇതാണോ ജനമൈത്രി എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് തന്നെയാണ് ഡോക്ടർ അരുൺ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു സാന്ത്വന. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഉബൈദുള്ള, പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഇനി ഒരു പോലീസ് സ്റ്റേഷൻ തുറക്കേണ്ടി വരുമോ അരുൺ സാർ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ അത് വേണ്ടി വരും. നമുക്ക് അഴിമതിയുടെ കാര്യത്തിലാണെങ്കിൽ വിജിലൻസ് അന്വേഷിക്കും. പോലീസ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആര് സമാധാനം പറയും? എന്തായാലും ആ ചെയ്തത് വളരെ മോശമായി പോയി എന്നുള്ളതാണ്. പരാതിക്കാരിക്ക് കുറച്ച് സമ്പത്തുണ്ട് എന്ന് കരുതി ഈ ആരോപണ വിധേയമായിട്ടുള്ളവർ ഒരു ദളിത് സ്ത്രീ ആണെങ്കിൽ അവരെ എന്തും പറയാമെന്നാണ്. വെള്ളം ചോദിക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോയി കുടിക്കാൻ പറഞ്ഞ പോലീസുകാരൻ്റെ മനോവികാരം എന്തായിരിക്കും? ഇതൊക്കെ അവർ നമ്മളോട് തുറന്നു പറഞ്ഞ കാര്യമാണ്. മണിക്കൂറുകളോളം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കേണ്ടി വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതും ബിന്ദു എന്ന സ്ത്രീ അനുഭവിച്ച ആ ബുദ്ധിമുട്ട് ചെറുതല്ല. അത് കർശനമായ നടപടി വേണം. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഒരിടത്ത് കുരിഞ്ഞു നിർത്തി കൂമ്പിനിട്ടിരിക്കുന്നു, മറ്റൊരിടത്ത് മാനാഭിമാനത്തെ കളയുന്ന രീതിയിൽ മാനസികമായിട്ടുള്ള പീഡനം നടത്തുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിന്ദുവിൻ്റെ വാർത്ത പുറം ലോകത്ത് എത്തിച്ചത് റിപ്പോർട്ടർ TVയാണ്. അന്ന് ആ വാർത്ത വരുന്ന സമയത്ത് ബിന്ദു നമ്മളുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യത്തോടു കൂടിയുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഷോക്കിൽ നിന്നും ബിന്ദു പൂർണ്ണമായിട്ടും മുക്തയായിട്ടില്ല. അതെങ്ങനെ മുക്തയാവാൻ പറ്റുമെന്ന് ആലോചിക്കുക. നാട്ടിൽ, അതും വീട്ടിലൊക്കെ വന്നിട്ട് റെയ്ഡ് നാടകങ്ങളൊക്കെ നടത്തുക, ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്.